താൻ ഇവിടെ ഒരു പുല്ല് നടത്തല്ലോ. മെമ്പർ പറഞ്ഞോണ്ടിരിക്കാം. അതെ, എനിക്ക് ബഹളാദി സമയം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ താങ്കൾ എന്നിട്ട് പോണോ? മെമ്പർ ഗോ ബാക്ക്, മെമ്പർ ഗോ ബാക്ക്, മെമ്പർ ഗോ ബാക്ക്. പുഷ്പങ്ങത, നീ വിളിച്ചോണ്ടാ ഞാൻ വന്നത്. ഓ ദേ, അപ്പൊ താൻ അവന് സപ്പോർട്ടായിട്ട് വന്നല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്കാണെങ്കിൽ വളരെ മര്യാദക്ക്, അതല്ല കലിപ്പടിക്കാനാണെങ്കിൽ അങ്ങനെ. കഴിഞ്ഞ 2 വർഷം ക്ലബ്ബ് ഭരിച്ച് കുളമാക്കി നാട്ടുകാരുടെ നിന്ന് പിരിച്ച പൈസ മുഴുവൻ പുട്ടടിച്ച് കറങ്ങി നടക്കുന്നവന് സപ്പോർട്ടായിട്ട് വരാനാണ് തന്റെ ഭാവമെങ്കിൽ വേണ്ടാത്ത വർത്തമാനം പറയരുത്. കുറെ നാളായി നിങ്ങൾ പരിപാടി നടത്തും എന്ന് പറയുന്നു. അതെന്ത് പുളുത്തുവെന്നാ? അത് ഞാൻ പുളുത്തിക്കോളാം. നീ പോടാ പെരിച്ചാരി. നിന്റെ അടുത്ത് പറയാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ നീ പോയി നിന്റെ തന്തയെ പറഞ്ഞു. തന്തയ്ക്ക് പറഞ്ഞാണല്ലോ. നീ എന്ത് ഫൽഗുണപിള്ള വീണ്ടും പഞ്ചായത്ത് ഭരത്തെ തൂങ്ങാൻ കയറി. എന്ത് പറഞ്ഞാലും ശരി, ഞാനിന്ന് ചാടും. ഫൽഗുണൻ ചേട്ടാ, അരുത്, തൂങ്ങരുത്. എന്ത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനതിന് മുൻകൈ എടുക്കാം. താൻ പോയി പഞ്ചായത്തിലെ കാര്യം നോക്കണോ? 2 ഭാര്യമാരുള്ളൊരു ഭർത്താവിന്റെ വിഷമം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. മുന്നോട്ട് വെച്ച കാര്യം പുറകോട്ടെടുക്കുന്ന പ്രകൃതം എനിക്കില്ല. അയ്യോ, മുന്നോട്ട് വെക്കരുത്. താഴെ വീണ മിച്ചം കിട്ടൂല. മിച്ചം കിട്ടാനാണോടോ തൂങ്ങാൻ കയറിയത്? ഇയാളുടെ ഉപദേശം കേട്ടാ തൂങ്ങാത്തോലും തൂങ്ങല്ലോ. മിണ്ടാതി, ഞാൻ പറയാം. ഫൽഗുണം ചേട്ടാ, ഇറങ്ങി പോവാ ചേട്ടാ. അമ്മടി കിട്ടല്ലേ വിളിക്കുന്നത്? വാ, നീ പോകണ്ടേ. അയ്യോ, ആ തല തീർച്ചോളം എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് എന്നോടും എന്റെ മോനോടും ഈ കടുങ്ങി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്റെ കടപ്പനച്ചാ? നീ മിണ്ടരുത്. നീ അവിടെ കുളിച്ചേർന്ന് എന്നെ കൊല്ലാതെ കൊല്ലിയല്ലേ? ഞാൻ തന്നെത്താനെ ചാടിച്ചത്തോളാം. അയ്യോ പോയേ, എന്റെ രാജുവിന്റെ അച്ഛൻ പോയേ. അയ്യോ പോയേ, രാജുവിന്റെ അച്ഛൻ പോയേ. അയ്യോ ഇരിക്കുന്നുണ്ടല്ലേ മല പോലെ. ഒന്നിങ്ങോട്ട് വാ എന്റെ മനുഷ്യനെ, ഞാനല്ലേ വിളിക്കണേ. ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഒന്ന് വാ ഇറങ്ങി. ഇവിടെ വിളിക്കേണ്ട താമസം. അങ്ങേര് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അത്ര പൊന്നുപോലെയല്ലേ ഭർത്താവിനെ നോക്കുന്നത്? അതേടി, ഞാൻ പൊന്നുപോലെ നോക്കിയത്. നീ വന്ന് തലേ കയറിയതോടെ ഈ മനുഷ്യന്റെ മനസമാധാനം നഷ്ടപ്പെട്ടത്. നീ നിന്റെ മുടിഞ്ഞ മോനും കാരണം കൊണ്ട് ഇങ്ങനെ ഈ പരുവത്തിലേക്ക് എന്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടെ? നാട്ടിനെ പിഴുതറി കലവില കൂട്ടാണ്ട് അങ്ങേരെ പിടിച്ച് ഇറക്കാൻ നോക്ക്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ, പിടിച്ചിറക്കുവാ. പിള്ളച്ചേട്ടനെ ഇറക്കണേ. അങ്ങേരുടെ ആൺമക്കൾ വരണം. അവന്മാര് പറഞ്ഞാലേ അങ്ങേര് കേൾക്കും. അതിന് അവന്മാരിപ്പോ എവിടെ പോയി തപ്പും? ഞാനുണ്ടടാ. ആൽമരക്കൊമ്പ തൂങ്ങാൻ കയറി. വാ, വേഗം വാ, വാ. ഇറങ്ങി വാ. ചാടാതെ പണത്തിൽ ഇറങ്ങി വാ. എന്താ ഈ കാണിക്കണത്? ഇറങ്ങി വാ. അച്ഛൻ ഇപ്പൊ തൂങ്ങരുത്. എന്റെ ഭാവി ഇപ്പോഴും അച്ഛന്റെ കയ്യിലാ. അച്ഛന്റെ പൊന്നുമോ കണ്ണപ്പനാച്ചാ പറയുന്നത്. അച്ഛൻ തൂങ്ങരുത്, ഇറങ്ങി വാ. അച്ഛന്റെ ഭാര്യ പേരും കാത്തു സൂക്ഷിക്കുന്ന ഏറെ മകൻ ഞാനാണ്. അച്ഛന്റെ കാല് തൊട്ട് വന്നിട്ട് വേണം അച്ഛാനിക്ക് ആദ്യമായിട്ട് ഗോതലേക്ക് കയറാൻ. ഈ രാജപ്പൻ പേരുന്ന അച്ഛനെ പോലെ ഒരു ദാതയാണെന്ന് അച്ഛൻ ആഗ്രഹില്ലേ? അച്ഛൻ ഇപ്പൊ തൂങ്ങരുത്. കണ്ണപ്പന പറയുന്നത് തൂങ്ങരുത്, ഇറങ്ങി വാ. അവന്റെ ഒരു അഭ്യർത്ഥന. എന്റെ അച്ഛനെ താഴെ ഇറക്കാൻ നിന്റെ അഭ്യർത്ഥന ഒരാവശ്യമില്ല. നിന്റെ അച്ഛനോ? എന്റെ അച്ഛനായ പിന്നീട് അച്ഛൻ നിന്റെ അച്ഛനായത്. എന്നിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇറങ്ങണത്. അത് നീ ഒന്ന് പറഞ്ഞു കാണട്ടെ. അച്ഛൻ ഇറങ്ങി വാ. അച്ഛൻ ഇറങ്ങല്ലേ? അച്ഛൻ ഇറങ്ങി വാ. അച്ഛൻ ഇറങ്ങല്ലേ? അച്ഛന്റെ മോൻ കണ്ണപ്പന അച്ഛൻ പറയുന്നത് ഇറങ്ങി വാ. അച്ഛന്റെ മോൻ രാജപ്പന പറഞ്ഞ ഇറങ്ങല്ലേ? കേട്ടൂടാ. കേട്ടോടാം. ഞാനാണ് പറഞ്ഞത്. ഞാൻ തൂങ്ങി. ഞാൻ തൂങ്ങി. അയ്യോ
മറ്റേല് കയറണ്ടേ? കയറും ചത്തുപോവേ. കയറേണ്ടി വിടാൻ. കിട്ടിയടാ രമണ, കിട്ടി. എന്ത് പുതുമയുള്ളതും നാട്ടുകാർക്ക് താല്പര്യമുള്ളതുമായ ഒരു പുതിയ പരിപാടിയില്ലേ നമുക്ക് വേണ്ടത്? അതിന് എടാ, ഒരച്ഛന്റെ 2 മക്കളായ കണ്ണപ്പനും രാജപ്പനും തമ്മിലുള്ള ഗുസ്തി മത്സരം. നടക്കുന്ന കാര്യമെല്ലാം ബ്രഹ്മണിയെന്നാ അവന്മാർ തമ്മിൽ ചേരും. എടാ, ചേരും അല്ലെങ്കിൽ ചേർക്കും. അതിനൊരു വഴിയുണ്ട്. എന്ത്? ഫയൽമാൻ ഫൽഗുണൻ പിള്ളയുടെ പേരിലുള്ള പുരുഷശ്രീ അവാർഡിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും അത്. അയ്യോ അയ്യോ പതുക്കെ. അയ്യോ പതുക്കെ. അമ്മേ അയ്യോ. നാട്ടുകാർക്ക് ഇപ്പൊ ഒരു കളിതമാശയായി. അച്ഛന് വയസ്സുകാലത്ത് ഇതിലേക്ക് വല്ല കാര്യമുണ്ടോ? നീ പോടാ. എല്ലാം എന്റെ തലയിലെഴുത്ത്. എടേ, തലയിലെടുത്ത് തിരിഞ്ഞു പോയതേ എന്റെയാ. അന്ന് ഗോവിന്ദരാജപുരത്തെ ഗുസ്തിക്ക് ഫയൽമാൻ ഫൽഗുനം പിള്ള ചെന്നപ്പോഴേ സ്വീകരിച്ചോണ്ട് പോകാൻ നിന്റെ അനിയൻ ആ മാർത്താണ്ഡം പിള്ള വന്നപ്പോഴാ എന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയത്. അതിനെന്താ, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? എടേ, നന്നായിട്ട് ജീവിക്കുന്നത് ഞാനില്ല, അവനാ. നിന്നെയും നിന്റെ ചേച്ചിയും എന്റെ തലയിൽ കെട്ടിവെച്ചേച്ച് നായ്ക്കുള്ള വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി ആ വീട് സ്വന്തമാക്കി ജീവിക്കുന്നത് ആ ദുഷ്ടനാ. അയ്യോ, ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. എണ്ണ തേച്ചിരിക്കുക. എണ്ണയും പിണ്ണാക്ക് ഒരു പ്രശ്നമല്ല. തൊട്ടുപോരുത്. അച്ഛനോട് സുഖമില്ലാണ്ടിരിക്കുക, കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ മാത്രം സ്വത്തല്ലല്ലോ, എന്റെ അമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. എടുത്ത് കേട്ടടാ. എങ്കിലും തൊട്ടു ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാൻ പറയാ, ഫൽഗുനൻ ചേട്ടൻ ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസം രാജപ്പന്റെ വീട്ടിലല്ലേ, പിന്നത്തെ 3 ദിവസം നിങ്ങളുടെ വീട്ടിലും. ഇന്ന് ഞായറാഴ്ച ഫൽഗുനൻ ചേട്ടൻ ഫ്രീ. കള്ള് ഷാപ്പിൽ താമസിക്കേണ്ട ദിവസമാ. ഈ സ്ഥിതിയിൽ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് പിള്ളച്ചേട്ടൻ ഇഷ്ടമുള്ളത് പോകാം. തനിക്കിവിടെ എന്താ കാര്യം? കണ്ണപ്പാ, ഒരു പഞ്ചായത്ത് മെമ്പറാണ് നീ സംസാരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ ചിരകാല മെമ്പർ എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെ ഓരോ വീട്ടിലെയും പ്രശ്നത്തിൽ തലയിടാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ആ തലയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ചവിട്ടി പുറത്താക്കാൻ ഞാൻ. അച്ഛനോട് കൊണ്ടുപോകാൻ പറ്റില്ല. അച്ഛനെ ഞാൻ കൊണ്ടുപോകും. എങ്കിൽ കൊണ്ടുപോയി അവര് കൊണ്ടുപോട്ടെ. അമ്മ ഇവൻ കണ്ണപ്പാ, എനിക്കച്ചാ പോകുന്ന വഴിക്ക് കള്ള് ഷാപ്പിന്റെ മുമ്പിൽ വണ്ടി ഒന്ന് നിർത്തണം. വണ്ടി എവിടെ വേണമെങ്കിൽ നിർത്താം. ആരാ വിട്ടോ? കേട്ടടാ. അയ്യോ 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 തലമുട്ടല്ലേ, തലമുട്ടല്ലേ, മുട്ടല്ലേ. ഇട്ട് കളയല്ലേ. അങ്ങനെ എല്ലാരും പൊക്കോ. ഇപ്പൊ എങ്ങനെ കുറവുണ്ടോ? ഒരാഴ്ച എന്താ വേണോ? അതല്ല, വേദന കുറവുണ്ടോന്ന്. ഇല്ലെങ്കിൽ നീ കുറച്ച് തരോ? പഴയ എന്താ ഇത്രയും താമസിച്ചേ? വരുന്ന വഴി പഴനിയിൽ ഇറങ്ങി തലയൊന്നും മുട്ടയടിച്ചു. ഓ, ശരിക്കും മോന്തിട്ടുണ്ടല്ലേ? എനിക്ക് നിക്കാൻ വയ്യ. എടാ രാജപ്പ, അച്ഛൻ എടുക്കാൻ ചെന്നപ്പോ കണ്ണപ്പൻ ഉടക്കിയില്ലേ? ആദ്യം ഒന്ന് ഉടക്കി നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. അത് എന്തൊരു നടക്കും അവന്റെ വളച്ചില്. കാരണം നോക്കി ഒന്ന് കൊടുത്ത്. അവൻ പൂച്ചയാണെങ്കിൽ ഞാൻ പുലിയാണ്, പൂലി. അത് തന്നെത്താൻ പറഞ്ഞാ പോരാ, നാട്ടുകാർ പറയണം. എന്താ സംശയം ഉണ്ട്? നിനക്ക് ഈ പറച്ചിലല്ലാതെ കാര്യത്തിൽ കേവൻ കണ്ണപ്പൻ തന്നെയാ എന്നാണ് നാട്ടുകാരുടെ പൊതുവെ ഉള്ള ഒരു സംസാരം. അതുമല്ല, പിള്ളച്ചേട്ടന്റെ വീറും വാശിയെ കിട്ടിയിരിക്കുന്ന കണ്ണപ്പനാണെന്ന്. ഏത് അരിഞ്ഞ കിട്ടണ്ടെന്ന് പറഞ്ഞത്? പറയുന്ന നാട്ടുകാരാണെങ്കിലും ഇളക്കി വിടുന്ന അവരുടെ തള്ളയാ ആ ഗോമതിയമ്മ. അവരിളക്ക് ഞാൻ മാറ്റുന്നുണ്ട്. മാറ്റിയേ പറ്റൂ. അതിനുള്ള വകുപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് വകുപ്പ്? പറയാം. യുവജനവേദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു. ഫയൽമാൻ ഫൽഗുണൻ പിള്ളയുടെ പേരിലുള്ള പുരുഷശ്രീ അവാർഡിന് വേണ്ടിയുള്ള വമ്പിച്ച ഗുസ്തി മത്സരം. കണ്ണപ്പൻ ഫയൽമാനും രാജപ്പൻ ഫയൽമാനും തമ്മിലുള്ള മത്സരം. ഇതാണ് നിന്റെ വകുപ്പ്. എടാ, കണ്ണപ്പനോട് കുസ്തി പിടിക്കാൻ നിന്റെ മദ്ദളം വരും. എടാ, അവനോട് കുസ്തി പിടിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാണ് പട്ടി. ഇത് തന്നെ കണ്ണപ്പനും പറഞ്ഞു. നിന്നോട് മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. എന്നാ അവൻ പറഞ്ഞോ? പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ ആ ഗോമതിയമ്മ. എടാ രാജപ്പ, ഇതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഈ പറയുന്ന അവളുടെയും നാട്ടുകാരുടെയും വായ നീ മൂടി കെട്ടണം. എടാ അമ്മണിക്കുട്ട, നീ ചെന്ന് പറഞ്ഞേര് അവനോട് തലയോടും. ഈ മത്സരത്തിൽ എന്റെ മോൻ ജയിച്ചില്ലെങ്കിൽ ഇവന്റെ തല ഞാൻ മൊട്ടടിക്കുന്നു. അതേടാ, നിന്റെ അമ്മ തന്നെ ഈ പറയുന്നത്. അച്ഛന്റെ മോനാണ് നീയെങ്കിൽ നീ അത് കാണിച്ചു കൊടുക്കണം. മൊട്ട അടിക്കുന്നു അല്ല, കണ്ണപ്പൻ മൊട്ടയിടുന്നത്. അതെ, ഫയൽമാൻ ഫൽഗുനം പിള്ളയുടെ മകനാണ് ഈ രാജപ്പനെങ്കിൽ ഈ പുരുഷശ്രീ അവാർഡും കൊണ്ട് രാജപ്പൻ ഈ പടിച്ച വിട്ടു. ഇത് സത്യം, സത്യം, സത്യം. മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ പടി ചവിട്ടിയ എല്ലാത്തിന്റെ കാര്യം തല്ലി പിടിക്കും. ഇങ്ങനെ വാച ഒരിക്കല്ല, നിന്നെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞ രാജപ്പൻ.
ഒരുത്തന്റെ രോമം പോലും നിന്നെ കൊണ്ട് പറിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. ആ ധൈര്യത്തിലല്ലേ ഗുസ്തിക്ക് നിന്നെ അവൻ വെല്ലുവിളിച്ചു. അവനോട് ചെന്ന് പറഞ്ഞേക്കണം അവനുമായിട്ട് ഗുസ്തി പിടിക്കണമെങ്കിൽ ഈ കണ്ണപ്പൻ 2 എന്തൊക്കെ ജനിക്കണമെന്ന്. അതിന് അങ്ങോട്ടെന്ന് പറയണമെന്നില്ല, അവൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല പറയണ്ട. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഗുസ്തിക്ക് സുലൈമാനോട് ഏറ്റുമുട്ടുന്ന രായപ്പൻ പറഞ്ഞു. ഏത് സുലൈമാൻ? പുതുക്കൻ രാഘവനെ ഒറ്റയടിക്ക് മലർത്തി അടിച്ച പൂപ്പള്ളി സുലൈമാൻ. നീ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂപ്പള്ളി സുലൈമാനുമായിട്ട് ഏറ്റുമുട്ടുന്ന നമ്മുടെ ഞരന്ത് രാജപ്പന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാടാ. കണ്ണപ്പനോട് മത്സരത്തിൽ ജയിക്കുന്നതിനേക്കാൾ സുലൈമാനോട് മത്സരത്തിൽ തോക്കുന്നതാണ് അന്തസ്നോ പറഞ്ഞു. അറിയാമോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? രായപ്പനോട് ഏറ്റുമുട്ടിയാൽ നീ തോറ്റ് തുല്യം പാടും. വാ സുലൈമാനെ കാണാൻ പോ. എന്നാ മത്സരം? അതൊന്നും തീരുമാനമായില്ല, ആവുമ്പോ പറയാം. എടാ, രാജപ്പൻ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നിന്നൊന്ന് ഇളക്കിയതല്ലേ. ഞാൻ മത്സരിക്കില്ല എന്ന് അമ്മയെ തോന്നുന്നുണ്ടോടാ? മത്സരം എന്ന് എവിടെ വെച്ചപ്പോ? 5/4/96 കല്ലടാങ്കുന്ന് മൈതാനത്ത് രാവിലെ 10 മണിക്ക്. കൊടുകൈ പിടികൈ. ഓക്കേ. പ്രിയമുള്ള നാട്ടുകാരെ, പാകപ്പാറ യുവജനവേദി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാളെ രാവിലെ 10 മണിക്ക് കല്ലടാങ്കുന്ന് മൈതാനത്തിൽ ഗംഭീര കാട്ടാകുസ്തി മത്സരം. പ്രവേശനം ടിക്കറ്റ് മൂലം മാത്രം. ഇന്നുവരെ ആർക്കും ദർശിക്കാൻ കഴിയാത്തതും സംഘടിപ്പിക്കാൻ കഴിയാത്തതുമായ ഏറെ പുതുമയുള്ള പരിപാടിയുമായി യുവജനവേദി നിങ്ങളുടെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുകയാണ്. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വമ്പിച്ച കാട്ടാകുസ്തി മത്സരം ഏതാനും നിമിഷങ്ങൾക്ക് കൂടെ ആരംഭിക്കുകയാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ നാടിന്റെ അഭിമാനമായ ശ്രീ രായപ്പൻ ഫൈൽമാനെ ഞാൻ ഈ ഗോവയിലേക്ക് ക്ഷണിക്കുകയാണ്. പുരുഷശ്രീ അവാർഡ് കൈപ്പിടിയിൽ ഒതുക്കുമെന്നും എതിരാളിയെ നിഷ്പ്രയാസം മലർത്തി അടിക്കുമെന്നും ദൃഢപ്രതിജ്ഞയെടുത്ത ഈ നാടിന്റെ കണ്ണിനുള്ളിയായ ശ്രീ കണ്ണപ്പൻ ഫൈൽമാനും ഈ ഗോതയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വമ്പിച്ച കാട്ടാകുസ്തി മത്സരം പടക്കം പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറിന്റെ ഇരിക്കുക മഹനീയമായ സാന്നിധ്യത്തിൽ ശ്രീ ഫയൽമാൻ ഫൽഗുണൻപിള്ള അവരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പിടിക്കല്ലേ
വേറൊരു ഐഡിയ ഉണ്ട്. ഇതാണോ നിന്റെ പുതുമയുള്ള പരിപാടി? അയ്യോ